അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത വ്യോമാക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് വക്താവ് അലി മുഹമ്മദ് നൈനി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. പേർഷ്യൻ ഗൾഫിലെ അമേരിക്കൻ നാവികസേനയുടെ അവകാശവാദങ്ങളെ പരിഹസിച്ചും വെല്ലുവിളിച്ചും പ്രസ്താവന നടത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഇറാന്റെ നാവികസേന നശിപ്പിക്കപ്പെട്ടുവെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹം ധൈര്യമുണ്ടെങ്കിൽ പേർഷ്യൻ ഗൾഫിലേക്ക് കപ്പലുകൾ അയക്കട്ടെ എന്ന് നൈനി വെല്ലുവിളിച്ചിരുന്നു. യുദ്ധ സാഹചര്യത്തിലും ഇറാന്റെ മിസൈൽ ഉൽപാദനം തുടരുകയാണെന്നും അതിൽ ആശങ്കപ്പെടാനില്ലെന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയായിരുന്നു നൈനി കൊല്ലപ്പെട്ടത്. ഫെബ്രുവരി 28-ന് ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിന് ശേഷം ഇറാന്റെ ഉന്നത നേതാക്കൾക്കു നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയാണിത്. ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ്, സുരക്ഷാ മേധാവി അലി ലാരിജാനി, ബാസിദ് നേതാവ് ഗുലാം റസ സുലൈമാനി എന്നിവരും കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇറാന്റെ സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഗൾഫ് മേഖലയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. കുവൈറ്റിലെ മിന അൽ അഹമ്മദി റിഫൈനറിക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ തീപിടുത്തവുമുണ്ടായി. ഈ സംഘർഷം 3-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ആഗോള എണ്ണവില കുതിച്ചുയരുന്നതിനും ഊർജ്ജ പ്രതിസന്ധിക്കും കാരണമാകുമെന്നും ആശങ്കയുണ്ട്. ടെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ തന്നെ ദുബായ്, ബഹ്റൈൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകളെ പ്രതിരോധിക്കുന്നുമുണ്ട്.